പുതിയ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ പോത്തിന്റെ വാരിയലും കപ്പയും കൊണ്ട് അടിപൊളി എല്ലും കപ്പ ഉണ്ടാക്കുന്നത്. അതെ, അപ്പൊ ഈ കപ്പ വാങ്ങാനായിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ല രസകരമായ വീഡിയോ ഒന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് വരാം. ഹായ്. ഓ ആട്ട വരി എന്താ വേണ്ടേ? പറയ്. I want tapioca. Do you have tapioca? തപ്പിയോക്കാനോ? തപ്പിയോക്കാനൊന്നുമില്ല. നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാം. You know cassava? It's called cassava. Tapioca. I saw it yesterday when I was passing by. കസബ പോലീസ് സ്റ്റേഷനൊക്കെ ദൂരമുണ്ട്. ഓ, ഈ ചങ്ങായി പറയുന്നൊന്നും മനസ്സിലാണല്ലോ. അത് കോവക്ക, വെണ്ടക്ക. ഓ, പയറ് വേണം, പയറ്, തക്കാളി. ഇത് ഈ ചങ്ങായിനെ കൊണ്ട് എന്താ വേണ്ടെന്ന് അറിയില്ല. രായപ്പ എന്തുണ്ട്? നല്ല വിശേഷം. ഒരു ചങ്ങായി വന്ന് പെട്ടിട്ട് അവ ഇംഗ്ലീഷിൽ പറയും, നമുക്കൊന്നും മനസ്സിലാവണ്ടേ? What do you want? I want tapioca. Tapioca. നമ്മുടെ കപ്പ ഉണ്ട് ഇതാ. Yeah, that's the thing I wanted. എത്ര കിലോ? How many kilo do you need? 25 kilo. 25 kilo. 25 കിലോ കപ്പ. അല്ല രായപ്പ, നീ ഇങ്ങോട്ട് വാ. നീ 8ാം ക്ലാസ് തോറ്റേ. ഞാൻ 10 ജയിക്കുമ്പോൾ നീ 8 തോറ്റല്ലേ? എങ്ങനെ ഈ ഇംഗ്ലീഷൊക്കെ പിടുത്തം കിട്ടി? നമ്മുടെ ഇംഗ്ലീഷ് കഫേ അതെങ്ങനെ? അതുണ്ടല്ലോ കരീംക. വാട്സാപ്പിൽ കുത്തിരിക്കുന്ന സമയം മതി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ. വാട്സാപ്പിൽ കൂടെയാ? അതുണ്ടല്ലോ കരീംക, വാട്സാപ്പിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ഹബ്ബാണ് ഇംഗ്ലീഷ് കഫേ. ട്രെയിനിങ് ഹബ്ബാ? എന്താ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. വീട്ടിലോ കടയിലോ എവിടെ വേണമെങ്കിൽ, ലോകത്ത് എവിടെ വേണമെങ്കിൽ വെച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അല്ല, ഈ ഇംഗ്ലീഷിന്റെ ABCD പോലും അറിയാത്ത ഞാൻ എങ്ങനെ പഠിക്കാനായി ഇതൊക്കെ? എന്റെ കരീംക, എന്റെ ഇംഗ്ലീഷ് അറിവല്ലല്ലോ നിങ്ങൾക്ക്. അത് ശരിയാണ്. 10 ഞാൻ ജയിച്ചപ്പോ 8 തോറ്റതല്ലേ നീ? നിങ്ങൾ ആളെ വേറെ മക്കാറൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അറിവുകൾ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകൾ നികത്തി എന്നിട്ടാണ് നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അല്ല, എന്റെ അറിവ് എങ്ങനെയാ അവര് മനസ്സിലാക്കുക? അതെന്നെ കരീംക ഞാൻ പറയാൻ നിൽക്കണേ. നീ പറയ്. നിങ്ങൾക്കൊരു ലെവൽ ടെസ്റ്റ് നടത്തും. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്താണ് എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ് എന്നീ ലെവൽ ഇട്ടിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിപ്പിക്കാൻ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനർ ഉണ്ടാവും. അല്ല, അപ്പൊ ഇത് തെറ്റൊക്കെ പറ്റിയ ഞാൻ എന്ത് ചെയ്യും? തെറ്റ് പറ്റിയാൽ അതിന് വേറൊരു ഇൻഡിവിജ്വൽ ട്യൂട്ടർ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, എനിക്കിപ്പോ ഇത് വിളിച്ചിട്ടൊക്കെ പഠിക്കാൻ പറ്റുമോ? സംസാരിച്ച് അതിനല്ലേ സ്പീക്കിംഗ് ആൻഡ് കോളിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ചെലവല്ലടോ. ചെലവ് പറഞ്ഞാല് എല്ലാവർക്കും ഒരു ടീച്ചേഴ്സ് ഉണ്ടാവൂലേ, അപ്പൊ അവർക്കൊരു ശമ്പളം കൊടുക്കാൻ ചെറിയൊരു ഫീസ്. അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഇത് എനിക്ക് എത്ര സമയത്തിൽ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും? ഇത് വെറും 2 മാസം കോഴ്സേ ഉള്ളൂ. 2 മാസത്തിൽ പഠിച്ച് 6 മാസം വരെ സമയമുണ്ട്. 6 മാസത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് വിടൂ. അപ്പൊ എക്സ്ട്രാ ഫീസ് കൊടുക്കണം? അതിന് എക്സ്ട്രാ ഫീസ് ഇല്ല, പേടിക്കണ്ട. ഇല്ല. ശരി, നീ പറഞ്ഞത് എന്തായാലും ഫുള്ളായി മനസ്സിലായില്ലെങ്കിൽ അതിന്റെ നമ്പർ ഞാൻ റെഡിയാക്കാം. അപ്പൊ ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് കഫേ. അപ്പൊ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് കിടക്കാൻ വേണ്ടി ലെറ്റ്സ് ഗോ. ഈ കപ്പന്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം. സംഭവം സുഹൈലിന് കൈ ഒന്ന് ചെറുതായിട്ട് വൈദ്യര് വന്നിട്ടുണ്ട്. വൈദ്യര് ഷാമില് കുറച്ചും എവിടെന്നൊക്കെ ഇലയൊക്കെ സംഭവം സൂപ്പർ സംഗതിട്ടാ. അതിന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സംഭവത്തില്ലേ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് പിടിച്ചാലേ വരും. വലിച്ചെടുത്താൽ മതി. പിന്നെ കൈ കൊണ്ട് ഇനി പിടിച്ച് പറിക്കാൻ നല്ല ഇഷ്ടമാണ്.
നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. കപ്പയും ബീഫ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണല്ലേ അസുഖല്ലേ? അതെ, കപ്പൻ്റെ റെസിപ്പി ആദ്യമായിട്ട് ഉണ്ടാക്കണം. ബീഫ് പിന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, വാരിലുണ്ട്. ഇത് വാരിലുണ്ട് വെറൈറ്റി. ഇപ്പം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയ്ക്കുള്ള കപ്പ നമ്മൾ നന്നായി കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ഈ പോത്തിൻ്റെ വാരിയിലൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ മുട്ടി ഒന്ന് വൃത്തിയാക്കട്ടെ. നന്നായിട്ട് കഴുകിയാണ് എടുത്തിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. ബീഫ് നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഉപ്പും മഞ്ഞപ്പൊടി ഇടാം. ആദ്യം ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, ചതച്ചെടുത്ത ചെറിയുള്ളി, കുരുമുളക് പൊടി, മുളക് പൊടി. തിളച്ച മസാല വെള്ളത്തിലേക്ക് നമ്മുടെ ബീഫിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലൊക്കെ നന്നായി ഇങ്ങോട്ട് വെള്ളത്തിൽ മുങ്ങി കടന്ന് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്താ മണല്ലേ. ഇനി നമുക്ക് എല്ലും കപ്പ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ, വലിയുള്ളി, മുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. നമ്മൾ മസാല വെള്ളത്തിൽ വേവിച്ചെടുത്ത് നമ്മൾ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം.
മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം കപ്പ. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ ജീരകം പൊടിച്ചത്, ഗരം മസാല, എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട്. നോക്കി സെറ്റ് സാധനം. നമുക്കൊന്ന് വിളമ്പിയിട്ട് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ കപ്പ ബീഫിന് മണം ഇങ്ങനെ അടിക്കണ്ടല്ലേ? റെഡി ആയി ടേസ്റ്റ് ചെയ്തല്ലോ. ഓക്കെ കമാ. അപ്പോൾ നമ്മളിവിടെ ഗസ്റ്റ് രണ്ടാളുണ്ട്. ധനുഷ് കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി. പിന്നെ ഇർഫാൻ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ട്. തീർച്ചയല്ലേ സൂര്യ? അടിപൊളിട്ടോ കപ്പ. ബീഫ് ഉണ്ട് സാറാ? അടിപൊളിയായി വന്നിട്ടുണ്ട്. കപ്പയും ബീഫ് കഴിച്ചാൽ എനിക്ക് പരിചയമില്ല. നല്ല ചൂടുണ്ട്. നല്ല പൂവമ്പഴം പോലെ വെന്ത ബീഫും ഒരു കഷ്ണം കപ്പൻ്റെ പീസും കുറച്ച് മസാലയും കൂടെ അങ്ങനെ ചുരട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിൻ്റെ എല്ലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വാരി എടുക്കുക. എന്നിട്ട് ഒരു കിടിലൻ സാധനം അല്ലേ? സംഭവം ഇർഫാൻ വരുമ്പോൾ പറഞ്ഞത് എനിക്ക് കപ്പയും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്ത് അവൻ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. കണ്ടാ പറയാം എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. അപ്പോൾ കപ്പയും ബീഫും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ ചെയ്താൽ നമ്മൾ റിവ്യൂസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വിളിക്കണം. അതുവരെ ബൈ.